ഇപ്പോൾ എ.കെ. ബാലന് വിവാദ പ്രസ്താവന കാരണം നമ്മുടെ ഗോവിന്ദൻ മാഷിന്റെയും മുഖ്യന്റെയും ഇടയിൽ വിള്ളൽ വന്നിരിക്കുകയാണ്. ചക്കരയും വീരയുമായിരുന്ന ഇരുവരും തമ്മിൽ ഇപ്പോൾ തല്ലിപ്പിരിയുമോ എന്നാണ് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമിക്ക് നൽകേണ്ടി വരുമെന്നും മാറാട് കലാപം ആവർത്തിക്കുമെന്നാണ് എ.കെ. ബാലന്റെ വിവാദ പരാമർശം. ഇതിനെതിരെയാണ് ഇപ്പോൾ MV ഗോവിന്ദൻ രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു വിഭാഗം എ.കെ. ബാലനെ പൂർണ്ണമായും ന്യായീകരിക്കുമ്പോൾ ബാലൻ പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണെന്ന് MV ഗോവിന്ദൻ തുറന്നടിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ പ്രസ്താവന ഒഴിവാക്കണമെന്നും ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം എ.കെ. ബാലന്റെ വിവാദ പ്രസ്താവനയെ വാർത്താ സമ്മേളനത്തിൽ നമ്മുടെ മുഖ്യൻ അനുകൂലിച്ചപ്പോൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലാണ് MV ഗോവിന്ദൻ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ബാലന്റെ പ്രസ്താവന നിരുത്തരവാദിത്വപരമാണെന്നും ഒരിക്കലും പാർട്ടിയുടെ അന്തസ്സിന് നിരക്കാത്തത് അതിനെ തള്ളുന്നു എന്നാണ് യോഗത്തിൽ ഗോവിന്ദൻ പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിയുമായി ബന്ധപ്പെട്ട സംസ്ഥാന കമ്മിറ്റിയുടെ റിപ്പോർട്ടിങ്ങിനായിട്ടായിരുന്നു ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നത്. കുറച്ചു നാളുകൾക്ക് മുൻപ് വരെ അത്യാവശ്യം വേണ്ട വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്ന നേതാവായിരുന്നു എ.കെ. ബാലൻ. എന്നാൽ കുറച്ചു നാളുകളായി അനാവശ്യ കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് ഇദ്ദേഹം വായ തുറക്കുന്നത് തന്നെ. എന്നാൽ പറയുന്നത് മണ്ടത്തരമാണെന്നോ വിവാദമാകുമെന്നോ യാതൊരു നോട്ടവുമില്ല. എല്ലാം വെട്ടിത്തുറന്ന് പറയുകയാണ്. വാ തുറന്നാൽ പാർട്ടിക്ക് വോട്ട് പോകും. ചുമതലയില്ലാത്ത ബാലൻ എന്തിന് മാധ്യമങ്ങളെ കാണണം? അബദ്ധ പ്രസ്താവനകൾ നടത്തി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കരുത്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം പ്രസ്താവനകൾ ഒഴിവാക്കണമെന്നും ഗോവിന്ദൻ പറഞ്ഞു. എന്നാൽ ബാലന്റെ വിവാദ വാക്കുകൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മാറാട് കലാപം ഓർമ്മപ്പെടുത്തുക മാത്രമാണ് അദ്ദേഹം ചെയ്തതെന്നും അതിൽ തെറ്റില്ലെന്നും പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രി അതിനെ അനുകൂലിച്ചത്. അതായത് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ പാർട്ടി വേണ്ട, എങ്ങനെയെങ്കിലും അതിപ്പോൾ വർഗീയത പറഞ്ഞിട്ടാണെങ്കിലും ഭരണം പിടിക്കണം എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. എന്നാൽ ഗോവിന്ദന് അങ്ങനെയല്ല. നാളെ ഭരണം പോയാൽ പിണറായി വിജയൻ കുടുംബത്തോടൊപ്പം ചിലപ്പോൾ വിദേശത്ത് പോയേക്കും. പിന്നെ പാർട്ടിയെ നയിക്കേണ്ടത് താനാണ് എന്നുള്ള ചിന്ത ഗോവിന്ദനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടിക്ക് ദോഷകരമായി ആര് പറഞ്ഞാലും ഗോവിന്ദൻ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഗോവിന്ദൻ മാത്രമല്ല, പാലക്കാട് CPM ജില്ലാ കമ്മിറ്റിയും ബാലനെ വിമർശിക്കുന്നുണ്ട്. ഇങ്ങനെ പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനങ്ങളും അനുകൂല നടപടികളും ഉണ്ടാകുമ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും CPM-ൽ ഒരു ഭിന്നത ഉണ്ടാകുമെന്ന് ഉറപ്പാണ്.